എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ CHSL എക്സാം അടുത്ത മാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ SSCയുടെ പുതിയ കലണ്ടറൊക്കെ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ എക്സാംസ് ഇനി വരാൻ പോകുന്നുണ്ട്, ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ CHSLൻ്റെ ഒരു സീരീസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് റീസണിങ്ങിൻ്റെ പാർട്ടാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പേപ്പർ കട്ടിങ്, ഫിഗർ സീരീസ് ആൻഡ് അനലോഗി എന്ന ടോപ്പിക്കാണ് എടുക്കുന്നത്. നമുക്കിപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളാണ് ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം. ഓക്കെ, കുറച്ചധികം ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കുകളാണ്. കാരണം ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, നോൺ വെർബൽ റീസണിങ് എന്നൊരു പാർട്ട് വരുന്ന സമയത്ത് അവിടെ നമ്മൾ സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്ന ഒരു 4 ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ വരുന്ന 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് പേപ്പർ കട്ടിങ്ങും ഫിഗർ സീരീസും. ഓക്കെ, നമുക്ക് മിറർ ഇമേജ്, വാട്ടർ ഇമേജ് ചോദിക്കാറുണ്ട്. അതുപോലെ എംബഡഡ് ഫിഗറിൻ്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്യൂബ്സ് ആൻഡ് ഡൈസിൻ്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. വെൻ ഡയഗ്രം അനാലിസിസ് എന്നൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇതെല്ലാം ഫിഗർ ബേസ്ഡ് നോൺ വെർബലിൻ്റെ പാർട്ടായിട്ട് നമ്മൾ പറയുന്നതാണ്. അതുപോലെ വരുന്ന 2 ടോപ്പിക്കാണ് പേപ്പർ കട്ടിങ്ങും ഫിഗർ സീരീസും. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ എക്സാം നമ്മൾ നോക്കുകയാണെങ്കിൽ വരുത്തുള്ള എല്ലാ ഷിഫ്റ്റിനകത്തും പേപ്പർ കട്ടിങ്ങിൻ്റെയും ഫിഗർ സീരീസിൻ്റെയും ഓരോ ക്വസ്റ്റ്യൻ വെച്ച് ഈ നോൺ വെർബൽ എന്ന് പറയുന്ന പാർട്ട് തന്നെ ഒരു 8-9 മാർക്കിന് നമുക്ക് സെപ്പറേറ്റ് അതിനകത്ത് ഉണ്ടായിരുന്നു എക്സാമിന്, എല്ലാ ഷിഫ്റ്റുകളിലും. അപ്പോൾ അതിനകത്ത് വരുന്ന 2 എണ്ണമാണ് പേപ്പർ കട്ടിങ്ങും ഫിഗർ സീരീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അനലോഗി എന്ന് പറയുന്ന ടോപ്പിക്ക്. അനലോഗി എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ കോഡിങ് ഡീകോഡിങ് പറഞ്ഞ സമയത്ത് പറയുന്ന കാര്യമാണ്. എന്താണ് അനലോഗി എന്ന് പറയുമ്പോഴത്തേക്കും ലോജിക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ ഈ റീസണിങ്ങിനകത്ത് ലോജിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് എപ്പോഴും കൊടുക്കും നമ്മൾ പറയായിരുന്നു, കോഡിങ് ഡീകോഡിങ് പോലെ തന്നെ. അതുപോലെ വരുന്ന ടോപ്പിക്കാണ് അനലോഗി. അതായത് ഒരു 3 മാർക്കിനോ 4 മാർക്കിനോ വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ്. ഒരു ഷിഫ്റ്റിൽ തന്നെ 3 മാർക്കിനോ 4 മാർക്കിനോ തന്നെ അനലോഗിയുടെ പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് പലപ്പോഴും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ 2-3 ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളാണ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളൂ. നമ്മൾ യൂട്യൂബിൽ അറിയാമല്ലോ, നമ്മൾ കുറച്ച് കാര്യങ്ങളും അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ നോക്കുന്നത്. ഞാൻ ആദ്യമേ പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഒരുവിധം പഠിച്ച് പ്രിപ്പയർ ഉള്ള ഒരാൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റിവിഷൻ പോലെയോ അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുന്ന മോഡലോ നിങ്ങൾക്ക് ഈ ചാനലിൽ നമുക്ക് ഈ വീഡിയോസ് കാണാം, ഈ സീരീസ് കൊണ്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എന്തൊക്കെ മോഡൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, എന്തൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അത് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ടാക്കി നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം ഏതെങ്കിലും ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് നല്ലപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇനി ഇപ്രാവശ്യം ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങി തുടങ്ങിയതേ ഉള്ളൂ, നിങ്ങൾക്ക് ഒന്നും അറിയില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഓഫ്ലൈൻ ക്ലാസ് ഹയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും നമ്മൾ സമയം കണ്ടെത്തി ചെയ്ത് പഠിച്ച് വരണം. അങ്ങനെ ചിലർക്ക് അതിനുള്ള ബുദ്ധിമുട്ട് വരാറുണ്ട്. കാരണം നമ്മളായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് പോസിബിൾ. ആദ്യമായിട്ട് തുടങ്ങുന്നവർക്കൊന്നും അങ്ങനെ ഒരു സംഭവം, ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ ഓഫ്ലൈൻ ക്ലാസ് പ്രിഫർ ചെയ്താൽ കുറച്ച് നല്ലതായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. അപ്പം മാക്സിമം നിങ്ങൾ ക്ലാസ്സസ് കണ്ട് അല്ലെങ്കിൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ കെയർ നിങ്ങൾക്ക് കിട്ടും. കാരണം നമ്മൾ തന്നെ എന്താ ചെയ്യുന്നത്, കൂടുതലായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നമ്മളെ പിടിച്ചിരുത്തി വർക്കൗട്ട് ചെയ്യിപ്പിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ച് നിങ്ങൾ ഇരുന്ന് നിങ്ങളായിട്ട് തന്നെ സമയം കണ്ടെത്തി പഠിക്കണം. ഓക്കെ, അതേസമയം ഓഫ്ലൈൻ ആണെങ്കിൽ ഫുൾ ഡേ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചും ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയാനായിട്ട് ഞാൻ നമ്പർ പ്രൊവൈഡ് ചെയ്ത് തരാം. നിങ്ങൾ ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, 8075753676 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും. ഓക്കെ, അപ്പം നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നമുക്കറിയാം CHSLന് വേണ്ടി നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ സമയം കുറവാണ്. പക്ഷേ അത് CGL ലെവലിലേക്ക് നിങ്ങൾ ചിന്തിച്ച് നമ്മളിപ്പോഴേ തുടങ്ങുവാണെങ്കിൽ നമുക്കൊരുവിധം സമയം കിട്ടും, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഈ വർഷത്തെ എക്സാം തന്നെ നമുക്ക് മാക്സിമം ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ടോപ്പിക്കിലേക്ക് പോവാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതൊരു പേപ്പർ കട്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ദ സീക്വൻസ് ഓഫ് ഫോൾഡിംഗ് എ പീസ് ഓഫ് പേപ്പർ ആൻഡ് ദ മാനർ ഇൻ വിച്ച് ദ ഫോൾഡഡ് പേപ്പർ ഹാസ് ബീൻ കട്ട് ഈസ് ഷോൺ ഇൻ ദ ഫോളോയിങ് ഫിഗർ. ഒരു പേപ്പറിനെ പല രീതിയിൽ ഫോൾഡ് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ട് അതിലൊരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റുന്ന, അല്ലെങ്കിൽ ഒരു ഫിഗർ ഒരു പെർട്ടിക്കുലർ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റുന്നതായിട്ടോ അല്ലെങ്കിൽ ഹോൾസ് പഞ്ച് ചെയ്യുന്നതായിട്ടോ നമുക്കിവിടെ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൗ വുഡ് ദിസ് പേപ്പർ ലുക്ക് വെൻ അൺഫോൾഡഡ്? ഇതിനെ അൺഫോൾഡ് ചെയ്ത് നമ്മൾ ഫുൾ ഷീറ്റാക്കി മാറ്റുമ്പോൾ നമ്മുടെ ഔട്ട്കം എന്തായിരിക്കും എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ CHSൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. നമുക്കിത് കാണുമ്പോൾ നമുക്ക് ഇച്ചിരി എളുപ്പമായിട്ട് തോന്നുമെങ്കിലും നമ്മളത് ഓപ്ഷൻസ് എല്ലാം ഒരുപോലെ ഇരിക്കുന്നതാണ് നമ്മുടെ ഇത് പ്രത്യേകത. ഓക്കെ, ഓപ്ഷൻസ് എല്ലാം ഒരുപോലെ ഇരിക്കും. നമുക്ക് അതിന് മനസ്സിലാക്കി എടുക്കാനുള്ള സമയമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പ്രാക്ടീസ് ചെയ്ത് എടുക്കുമ്പോഴാണ് സമയം പെട്ടെന്ന് നമുക്ക് പോയി കിട്ടുക, അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുക.
അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ പറയുന്നൊരു കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ കട്ടിങ്ങിന് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മളെപ്പോഴും മിറർ ഇമേജ് കൺസെപ്റ്റ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, മിറർ ഇമേജ് കൺസെപ്റ്റ് തന്നെ യൂസ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പോൾ നമുക്കറിയാം ഇത് ആദ്യം ഈ ഷീറ്റ് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്തു, ഫൈനൽ ഫോൾഡിൽ അവിടെ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു കട്ട് ഇട്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ഫോൾഡായിട്ട് നിങ്ങൾ അൺഫോൾഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താണോ ഷേപ്പ് കട്ട് ചെയ്ത് അല്ലെങ്കിൽ എന്താണോ ഹോൾസ് പഞ്ച് ചെയ്ത് ആ ഷേപ്പ് എന്ത് ചെയ്യണം, ഈ സൈഡിലേക്ക് വരണം. ഓക്കെ, എന്താണോ ഹോൾസ് പഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ഷെയ്ഡ് കട്ട് ചെയ്തെടുത്തത് ആ ഒരു പെർട്ടിക്കുലർ കട്ടിങ് ഉണ്ടല്ലോ, ആ ഒരു പഞ്ച് അത് നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ മിറർ ഇമേജ് ആയിരുന്നു ഇവിടെ വരാനായിട്ട്. അപ്പം നമ്മൾ ഇതിനെ ആദ്യം അൺഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ സംഭവിക്കുന്നതാ, ഇങ്ങനെ ആയിരിക്കും ആദ്യത്തെ ഫോൾഡ് നമ്മൾ അൺഫോൾഡ് ചെയ്യാൻ നമുക്ക് കിട്ടുന്നത് അല്ല, കാരണം ഈ സൈഡിൽ ഒരു കട്ടിങ് വന്നു, അത് നേരെ അതിൻ്റെ മിറർ ഇമേജ് ആയിട്ട് ഇപ്പുറത്ത് വരും. ഓക്കെ, ഇനി നമ്മുടെ ഫൈനൽ അൺഫോൾഡ് ചെയ്യാൻ വരാം, ഇങ്ങനെയല്ലേ വരാം. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ എന്താണോ ഉള്ളത് അതിൻ്റെ ഒരു മിറർ ഇമേജ് ആയിരിക്കും ഇവിടെ വരിക. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ എന്താണോ ഉള്ളത് അതിൻ്റെ മിറർ ഇമേജ് വരുമ്പോൾ എങ്ങനെ വരുന്നത്, എങ്ങനെ വരും അല്ലേ. കണ്ടോ, ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വരും. നിങ്ങൾ ഓരോ ഫോൾഡായിട്ട് അൺഫോൾഡ് ചെയ്യുന്നതായിട്ട് ആലോചിച്ചാൽ മതി. അതിന് മിറർ ഇമേജ് ആണ് എടുക്കാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മിറർ ഇമേജ് കൺസെപ്റ്റ് ആണ് എടുക്കുന്നത്. ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും, ഓപ്ഷൻ ബി ആണ്. ഇത് അത്യാവശ്യം എളുപ്പമുണ്ട്, വലിയ കുഴപ്പമില്ല. നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് വരച്ച് നോക്കിയെന്ന് വേണ്ടത്, ഞാൻ നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടി വരച്ച് കാണിക്കുന്നതാണ്. നിങ്ങൾ ഓപ്ഷൻ വൈസ് നോക്കിയാൽ മതി, ഇതിങ്ങനെ വരുന്നുണ്ടോ, ഇത് വരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കിയെടുത്താൽ മതി, നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഞാൻ വരച്ച് കാണിക്കുന്നതാണ്. കട്ടിങ് എങ്ങനെ വരുന്നത്, അതിൻ്റെ മിറർ ഇമേജ് എങ്ങനെ വരുന്നത് കാണിച്ചു തന്നതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇവിടെ കുറച്ചും കൂടെ അധികം ഷേപ്പുകൾ വരുന്നുണ്ട്. നമുക്കൊരു സ്ക്വയർ ഷേപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഡയമണ്ട് ഷേപ്പ് വരുന്നുണ്ട്, ഒരു സർക്കിൾ ഷേപ്പ് വരുന്നുണ്ട്, ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പ്, ഒരു ഡയമണ്ട്, ഇവിടെ സ്ക്വയർ, ഇവിടെ ഡയമണ്ട് ഷേപ്പ് വരുന്നത്. അപ്പം നിങ്ങൾ നോക്കുക, ഇതിൻ്റെ ഫോൾഡിങ് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടുമാണ്. അപ്പം ആക്ച്വലി ഈ ഫോൾഡിങ് നടന്നത് കറക്റ്റ് ഈ സെൻറ്ററിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുമായിരിക്കും. കണ്ടോ, ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നിൽക്കുമായിരിക്കും. ഇതിന് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, അൺഫോൾഡ് ചെയ്യാനായിട്ട് അല്ലേ. ഇതിനെ അൺഫോൾഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ട, ഇതിനെ അൺഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടോ അതിൻ്റെ മിറർ ഇമേജ് എന്ത് ചെയ്യും, ഇവിടെ വരും. അതുപോലെ ഇവിടെ എന്തുണ്ടോ അതിൻ്റെ മിറർ ഇമേജ് വരും. നിങ്ങൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കുന്നത് അല്ലേ, കാണുമ്പോൾ എല്ലാം ഏകദേശം ഒരുപോലെയാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഒന്ന് മനസ്സിലാക്കി എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ അൺഫോൾഡ് ചെയ്യുന്നതിൻ്റെ ആലോചിച്ച് നിങ്ങളൊന്ന് വരച്ച് നോക്കുകയും ചെയ്യാം. വരയ്ക്കേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ മാക്സിമം അവിടെ നോക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കാം, ഇതിൻ്റെ അൺഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇതൊരു സ്ക്വയർ ആണ്, ഇതൊരു സ്ക്വയർ ഷേപ്പാണ്, ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പ് വരും അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ അവിടെ ഒരു ഡയമണ്ട് ഷേപ്പാണ്, അപ്പോൾ എന്തായാലും ഇത് വരില്ല. ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പ്, ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പ്, ഇവിടെ സ്ക്വയർ, അത് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതാ സ്ക്വയർ അടുത്ത ഇവിടെ ഒരു സർക്കിളാണ്, അപ്പോൾ ഇവിടെ എന്ത് വരും, ഒരു സർക്കിൾ വരും, ഇവിടെ എന്ത് വരും, ഒരു സ്ക്വയർ വരും, ഇവിടെ എന്ത് വരും, ഒരു ഡയമണ്ട് വരും. കണ്ടോ, അപ്പോൾ ഫസ്റ്റ് റോയിൽ ഒരു സ്ക്വയർ സർക്കിൾ സ്ക്വയർ ഡയമണ്ട്, സ്ക്വയർ സർക്കിൾ സ്ക്വയർ ഡയമണ്ട്, സ്ക്വയർ സർക്കിൾ സ്ക്വയർ ഡയമണ്ട്, സ്ക്വയർ സർക്കിൾ സ്ക്വയർ എന്നാണ് വരുന്നത്, ഇതും വരില്ല. കണ്ടോ, അപ്പോൾ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. അതുപോലെ ഇവിടെ വരുന്ന സമയത്ത് ഇതൊരു ഡയമണ്ട് ഷേപ്പാണ്, അതൊരു ഡയമണ്ട് ഷേപ്പായിട്ടിരിക്കും, ഇതൊരു സർക്കിൾ ഷേപ്പാണ്, വീണ്ടും ഒരു ഡയമണ്ട് ഷേപ്പാണ്, വീണ്ടും ഒരു സ്ക്വയർ ഷേപ്പാണ്. ഇവിടെ എന്തുണ്ടോ അതിൻ്റെ മിറർ ഇമേജ് ആണ് സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മിറർ ഇമേജ് ഇങ്ങനെ തന്നെ വരുന്നതുകൊണ്ടാണ് ഞാനത് അങ്ങനെ വരച്ചത്. അപ്പം നിങ്ങൾ നോക്കിയ ലാസ്റ്റത്തേക്ക് വരുന്ന സമയത്ത് ഇത് ഡയമണ്ട് സർക്കിൾ ഡയമണ്ട് സ്ക്വയർ, ഇവിടെ വരുമ്പോഴത്തേക്കും സ്ക്വയർ ആണ് വരുന്നത്, നമുക്ക് ഡയമണ്ട് ആണ് ആദ്യം വരുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ ഏതായിരിക്കും വരിക, ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ വരിക. ഇങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് ഇപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരച്ച് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഓപ്ഷൻസ് ഇവിടെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതിങ്ങനെ വരുമ്പോൾ ഇതിവിടെ ആര് വരും എന്നുള്ളത് നോക്കിയിട്ട് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് എന്താണ് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്, ടൈം എടുക്കും ചിലർക്ക്. ഓക്കെ, എല്ലാവർക്കും അല്ല, ചിലർക്ക് ടൈം എടുക്കും. കാരണം ഒരുപാട് നോക്കിയൊക്കെ മനസ്സിലാക്കി എടുക്കാൻ ഒരുപാട് സമയം എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ മാക്സിമം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നല്ലപോലെ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അല്ലാത്തവർക്ക് ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻസ് എല്ലാം ഒരുപോലെ ഇരിക്കുന്നുണ്ട്. സ്പീഡിൽ ചെയ്യുമ്പോൾ തെറ്റാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാം, ഓപ്ഷൻസ് എല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതിൻ്റെ ഫോൾഡിങ് വരുന്ന സമയത്ത് ആദ്യം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫോൾഡ് ആയി, ആ ഫോൾഡിൽ അവരെന്ത് ചെയ്തു, ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഷേപ്പ് കട്ട് ചെയ്തിരുന്ന സമയത്ത് ഇതിനെ അൺഫോൾഡ് ചെയ്യണം. അപ്പോൾ ആ ഓരോ ഫോൾഡാണ് നിങ്ങൾ അൺഫോൾഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഇവിടെ ഒരു സംഭവം വരും അല്ലേ, ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം വരും. എൻ്റെ ഇവിടെ ഷേപ്പുകൾ നോക്കി, ഇത് ട്രയാങ്കിൾ ഇവിടെ വരും, ഈ ട്രയാങ്കിൾ ഇവിടെ വരും, സ്ക്വയർ ഇവിടെ വരും. ഏകദേശം അതുപോലെ തന്നെയാണ് എല്ലാം ഇരിക്കുന്നത്. നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഇപ്പം നിങ്ങളിവിടെ നോക്കുവാണെങ്കിൽ ഇതെല്ലാം ഇതിൻ്റെ മിറർ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് ഈ സംഭവങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വരുവാണെങ്കിലും ആ സൈഡ് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്,
ഇവിടെ വരുമ്പോൾ ഇത് ക്ലിയർ ആണ്ട് ഇത് നോക്കി, ഇതിൻ്റെ മിറർ ഇമേജ് ആണ് വരേണ്ടത്. ഇത് വാട്ടർ ഇമേജ് ആണ് വെച്ചിരിക്കുന്നത്. ഇത് എന്തായാലും വരില്ല. ഇവിടെ അതുപോലെ വന്നിട്ടുണ്ട്, കറക്റ്റാണ് വന്നിട്ടുണ്ട് ഷേപ്പ്. പക്ഷേ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിൾ ഇതാ മുകളിലേക്ക് ബേസ് ചെയ്തിരുന്നത്, ഇവരെന്ത് താഴേക്ക് ബേസ് ചെയ്ത് വരച്ചിരുന്നത് അല്ല. അപ്പോൾ അത് തെറ്റാണ്. ഈ രണ്ട് മാത്രം നോക്കിയാൽ മതി. ഇനി ഇത് മുകളിലേക്ക് പോകും തോറും ഇതാ ആ ഷേപ്പ് ഇങ്ങനെ വരും. ഇവിടെ വരെ ഉള്ളൂ, ഇതാ ഇങ്ങനെ വരും. ഇങ്ങനെ വരണം. ഇങ്ങനെയാണ് അകത്തുള്ള ഷേപ്പ് വരുന്നത്. അകത്തുള്ള ഷേപ്പ് ഇതാ ഇവിടെ ഒരു വ്യത്യാസം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇല്ല, കറക്റ്റാണല്ലോ. അകത്തുള്ള ഷേപ്പ് ഇങ്ങനെയാണ് വരുന്നത്. ഇനി മുകളിലേക്ക് പോകുമ്പോൾ നോക്കിക്കോണം. മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ എന്തുണ്ടോ അതിൻ്റെ മിറർ ഇമേജ് വേണം മുകളിൽ വരാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മിറർ ഇമേജ് വരുമ്പോൾ എന്താ ഈ ട്രയാങ്കിൾ എങ്ങനെയാവും, എന്താ താഴോട്ട് ഫേസ് ചെയ്യും. ഇവിടെ താഴോട്ട് ഫേസ് ചെയ്ത് തന്നു, ഇവിടെയും താഴോട്ട് ഫേസ് ചെയ്യുന്നു. ഓക്കെ, അവിടെ രണ്ടും ഓക്കെയാണ്. സ്ക്വയർ വരുന്നു, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെത് മുകളിലേക്ക് ഫേസ് ചെയ്ത് വരണം. മുകളിലേക്ക് ഫേസ് ചെയ്യുന്നു, ഇത് മുകളിലേക്ക് ഫേസ് ചെയ്യുന്നു. ഇനി ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് ഇത് മുകളിലേക്ക് ഫേസ് ചെയ്യുന്നു, താഴേക്ക് ഫേസ് ചെയ്യുന്നതിലാകും. ഓക്കെ, താഴേക്ക് ഫേസ് ചെയ്യുന്നതിലായി. അത് കഴിഞ്ഞിട്ട് അവിടെ സ്ക്വയർ വരും. പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു സംഭവം മുകളിലേക്ക് ഫേസ് ചെയ്യുന്നതിലാവും. മുകളിലേക്ക് ഫേസ് ചെയ്യുന്നതിൽ ഓക്കെ, അവിടെ ചെറിയ വ്യത്യാസം. ഇത് ഈ സൈഡിലേക്കാണ് ഫേസ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്. ഇത് മുകളിലേക്ക് ഫേസ് ചെയ്യുന്നത് ഇതാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഫസ്റ്റ് വൺ ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് വൺ ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. ബാക്കിയെല്ലാം ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ ചെറിയ മൈനോട്ടുള്ള ഡിഫറൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആൻസറിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്താണ് പേപ്പർ കട്ടിങ്ങിൻ്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നമ്മൾ ഓരോ ഫോൾഡായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അൺഫോൾഡ് ചെയ്ത് നോക്കിയിട്ട് അവിടെ ഉണ്ടാകുന്ന മിറർ ഇമേജ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കി എടുക്കുന്നത്. മിറർ ഇമേജ് തന്നെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആൻസർ തെറ്റും. ഓക്കെ, അപ്പോൾ പേപ്പർ കട്ടിങ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ഫിഗർ സീരീസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് സീരീസ് അല്ലാണ്ട് നമ്പർ സീരീസ്, ലെറ്റർ സീരീസ് എന്ന് പറഞ്ഞാൽ സീരീസ് അല്ലാതുണ്ട്. അതല്ലാണ്ട് നമുക്ക് ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള സീരീസിൻ്റെ ക്വസ്റ്റിനും വരാറുണ്ട്. അപ്പം ഫിഗേഴ്സ് പോകും, സീരീസ് തന്നെ വേറെ ഒന്നുമല്ല, നമുക്കൊരു ഫിഗറിൻ്റെ ഒരു കോമ്പിനേഷൻ തരും. അപ്പോൾ അതിൽ എന്തോ ഒരു ചേഞ്ച് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും ഫിഗറിന്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്ന ഫിഗർ എന്തായിരിക്കും എന്ന് നമ്മൾ കണ്ടുപിടിക്കും. മിസ്സിംഗ് ആയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന ഫിഗർ ഏതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫിഗർ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കുണ്ടാകുന്ന മാറ്റം മനസ്സിലാക്കി എടുക്കുക. ഇതെങ്ങനെ ഈ ഫിഗർ ഇങ്ങോട്ട് മാറി, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് ഈ ഫിഗർ എങ്ങോട്ട് ഇങ്ങനെ മാറി, ഇവിടെ നിന്ന് ഇങ്ങനെ എങ്ങോട്ട് മാറി എന്ന ലോജിക്ക് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ആ ലോജിക്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്ന ആളെ കണ്ടുപിടിക്കാം. ഓക്കെ, നമ്പർ സീരീസ് നമ്മൾ അതാണ് ചെയ്തത്. നമ്പർ സീരീസ് നമ്മൾ എഴുതുന്ന സമയത്ത് ഒരു നമ്പർ മറ്റൊരു നമ്പറായി മാറുന്നു, അടുത്ത നമ്പർ അടുത്ത മാറുന്നു. അപ്പം എങ്ങനെയാണ് ആ നമ്പേഴ്സ് മാറുന്ന ലോജിക്ക് കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്ത് നെക്സ്റ്റ് വരുന്ന ആളെ കണ്ടുപിടിച്ചത്. അതേ മെത്തേഡ് തന്നെ എവിടെയും ചെയ്താൽ മതി. ഓക്കെ, ഫിഗറിലാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ചില ഫിഗേഴ്സ് വരുമ്പോൾ കുറച്ച് ഡൗട്ട് വരും, അത് ഉറപ്പാണ്. നമുക്ക് നോക്കാം. ഇപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു സ്ക്വയർ ഷേപ്പ്, അതിനകത്തൊരു ട്രയാങ്കിൾ, ഇവിടെ ഒരു ആരോ മാർക്ക്. അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ആരോ മാർക്ക് താഴേക്ക് പോയി. ഓക്കെ, ഇവിടെ നിന്ന് ആരോ മാർക്ക് താഴേക്ക് പോയി. ഇപ്പം നമുക്ക് എന്താ പറയുക, ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആരോ മാർക്ക് ഇവിടെ വന്നു. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആരോ ഇവിടെ വന്നു, അടുത്തത് ഇവിടെ വന്നു. അപ്പം നെക്സ്റ്റ് എന്തായാലും നമുക്ക് എവിടെ വരും, മുകളിലായിരിക്കും വരിക. മുകളിൽ വരുന്ന സാധനം ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് തന്നെ ആയിരിക്കും ആൻസർ വരിക. നോക്കാം, മുകളിൽ വരുന്ന വേറെ ആരും ഇല്ലല്ലോ, ഇല്ല. ഇനി അതൊന്ന് കൺഫേം ചെയ്യാൻ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പ് അകത്തുള്ളത് അത് അകത്തോട്ടും പുറത്തോട്ടും വരുന്നതിൽ മാറി മാറി വരുന്നുണ്ട്. ഇതിപ്പോൾ അകത്തോട്ട് ആദ്യം വന്നു, എൻ്റെ ഇവിടെ പുറത്ത് വന്നു, പിന്നെ അവിടെ തന്നെ അകത്ത് വന്നു. അടുത്ത സ്റ്റെപ്പിൽ ഇപ്പുറ സൈഡിലേക്ക് പുറത്ത് വന്നു. എങ്കിൽ ഈ സൈഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പിൽ അകത്ത് വരണം. കറക്റ്റാണ്, വന്നിട്ടുണ്ട്. ഓക്കെ, ആരോ വെച്ച് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ആരോ വെച്ച് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ക്ലോക്ക് വൈസിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആരോ. അപ്പോൾ അത് നെക്സ്റ്റ് വരുന്നത് മുകളിലാണ് വരുന്നത്. മുകളിൽ വരുന്ന വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ മറ്റേവിടെ നോക്കി കഴിഞ്ഞാൽ ആൻസർ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം മുകളിൽ വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് അത് തന്നെയായിരിക്കും ആൻസർ. എങ്കിലും നമ്മൾ മറ്റേതൊന്ന് കൺഫേം ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് കഴിഞ്ഞ CHSL ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ. അതായത് പല ഷിഫ്റ്റുകളിലും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നമുക്കത് ആദ്യം ഒരു സിംഗിൾ ലൈൻ ആയിരുന്നു, പിന്നെ ഇത് ഡബിൾ ലൈൻ ആയി, പിന്നെ അകത്തുള്ള ഒരു ലൈൻ നമുക്ക് ഒരു കട്ടിങ് വന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ലൈൻ എക്സ്ട്രാ വന്നു. അപ്പോൾ നെക്സ്റ്റ് എന്തായാലും ഒരു ലൈനിന് ഒരു ക്രോസ് വരികയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഇത് 3 ക്രോസ് ഉള്ള സംഭവം വരുന്നുണ്ട്. അതല്ല, ഇതിന് വേറെ എക്സ്ട്രാ വേറെ രീതിയിലുള്ള ക്രോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അവർ. ഇതായിരിക്കും നമ്മുടെ ആൻസർ വരിക അല്ലേ. കാരണം നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം 1, പിന്നെ 2, പിന്നെ 3, പിന്നെ 4. ഓക്കെ, അടുത്ത 5 ലൈൻസേ വരത്തുള്ളൂ. 5 ലൈൻസ് വെച്ച് വരുന്ന ഫിഗർ ഇതാണ്. ഇവിടെ ആകുമ്പോൾ 6 ലൈൻസ് ആവും. ഓക്കെ, ഇവിടെ ഇപ്പം 6 ലൈൻസ് വരുന്നുണ്ട്, ഇവിടെ അതിൽ കൂടുതൽ ലൈൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ആൻസർ വരിക. ഇതിൽ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ ഫിഗർ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ വരുമ്പോഴത്തേക്ക് എങ്ങനെ വരും നോക്കിയേ. അപ്പോൾ ഇതിനകത്തിപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സർക്കിൾ മൂവ് ചെയ്യുന്നുണ്ട്, അകത്തുള്ള സർക്കിൾ മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഒരു ലൈൻ കിടക്കുന്നുണ്ടോ, ഈ ലൈനെ മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ.
സർക്കിളും മൂവ് ചെയ്യുന്നുണ്ട്, ലൈനും മൂവ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടെ തന്നെ സർക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് സർക്കിൾ എന്താണ് ഷെയ്ഡ് ചെയ്ത് വരുന്നുണ്ട്, ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്, ഷെയ്ഡ് ചെയ്ത് വരുന്നുണ്ട്, ഓപ്പൺ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ ആദ്യം ഓപ്പൺ ആയിരുന്നു, പിന്നെ ഷെയ്ഡായി, പിന്നെ ഓപ്പൺ ആണ്, പിന്നെ ഷെയ്ഡായി. അപ്പോൾ നെക്സ്റ്റ് ഉറപ്പായിട്ട് എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. അത് ഉറപ്പായിട്ടും ഓപ്പൺ ആയിരിക്കും വരുന്നത്. ഇനി എവിടെ വരുന്നൂടെ നോക്കാം നമുക്ക്. ആദ്യം സർക്കിൾ ഇവിടെ ഇരിക്കുന്നു, രണ്ടാം സ്റ്റെപ്പിൽ ഇവിടെ വന്നു, മൂന്നാമത്തിൽ ഇവിടെ വന്നു, നാലാമത്തിൽ ഇവിടെ വന്നു, അടുത്ത താഴെ ആയിരിക്കും വരിക അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോൾ താഴെ ആയിരിക്കും. താഴെ വരുന്ന രണ്ട് രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് അടുത്ത ഒരു ഓപ്പൺ ആണെന്ന് അറിയാം. അപ്പോൾ ഏതായിരിക്കും? ഇതായിരിക്കും വരിക അല്ലേ? ഓപ്പൺ ആയിട്ട് വരുന്നതിൽ ഇതാണ് വരുന്നത്, ഇത് ക്ലോസ്ഡ് ആയിട്ടാണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ലൈനും കൂടെ ശ്രദ്ധിച്ചു വേണം. ലൈന് വരുന്ന സമയത്ത് എങ്ങനെ മൂവ് ചെയ്യുന്ന ജസ്റ്റ് നോക്കിക്കോ. ഇവിടെ ഒരാൾ കഴിഞ്ഞിട്ട് ഇവിടെ, അത് കഴിഞ്ഞ് ഒരാൾ കഴിഞ്ഞിട്ട് ഇവിടെ, കോർണറിൽ ഈ സൈഡിൽ മാത്രമേ വരുന്നുള്ളൂ, ഇങ്ങനെ മാത്രമേ വരുന്നുള്ളൂ അല്ലേ? ഇവിടെ ആയിരുന്നു, അത് ഇവിടെ വന്നു. അടുത്ത സ്റ്റെപ്പിൽ അത് ഇവിടെ വരും, ഇവിടെ കയറി വരും, ഇത് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഇപ്പം നമുക്ക് ആ സർക്കിൾ വെച്ച് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. രണ്ട് സംഭവങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്ക് സർക്കിൾ താഴെ വരുന്ന, ഓപ്പൺ സർക്കിൾ താഴെ വരുന്നതിൽ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ലൈനോടെ കൺസിഡർ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ അതോടെ പറഞ്ഞു തന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. ഇവിടെ നമുക്ക് ലാസ്റ്റ് ഫിഗർ അല്ല ചോദിക്കുന്നത്, ഇടയിലുള്ളൊരു ഫിഗർ ആണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആക്ച്വലി എന്താ പറയുക, ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന പോലെയാണ്. നോക്കിയേ, ഇത് ആദ്യം ഇങ്ങനെ ഇരിക്കുന്നു, അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു, അതുകൊണ്ട് വീണ്ടും തിരിച്ചതാ ഇങ്ങോട്ട് കയറി വരുന്നു, പിന്നെ വീണ്ടും എന്ത് ചെയ്യും? ഇങ്ങോട്ട് പോകും, അതുകൊണ്ട് വീണ്ടും എന്താ ഇങ്ങോട്ട് വരും. ആ ഒരു രീതിയിലാണ് പോകുന്നത്. അത് ജസ്റ്റ് ഇങ്ങോട്ടും ഈ ഒരു രണ്ട് ഡയറക്ഷനിലേക്ക് ആദ്യം റൈറ്റിലേക്ക് തിരിയുന്നു, ജസ്റ്റ് ഒരു ചെറിയൊരു റൊട്ടേഷൻ മാത്രമാണ്. റൈറ്റിലേക്ക് ചെറിയ റൊട്ടേഷൻ വരുന്നു, അതിന് ലെഫ്റ്റിലേക്ക് റൊട്ടേഷൻ വരുന്നു, അടുത്ത റൈറ്റിലേക്ക് ആയിരിക്കും, കാരണം വീണ്ടും അടുത്ത ലെഫ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫിഗർ തന്നെയാണ്, ഇത് തന്നെയാണ് വരുന്നത്. ഓക്കെ, വേറെ രീതിയിലുള്ള റൊട്ടേഷൻ ഇവിടെ വന്നിട്ടില്ല. ഇതാണ് ഫിഗർ സീരീസ് എന്ന് പറയുന്നത്. ഫിഗർ സീരീസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ ടൈം എടുക്കാണ്ട് പെട്ടെന്ന് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. കൺഫ്യൂസ്ഡ് ആവാണ്ട്, ഓപ്ഷൻസിൽ ഒരുപോലെയൊക്കെ വരുന്നതുകൊണ്ട് ചെറിയ കൺഫ്യൂഷനൊക്കെ വരാം, അത് വരാതെ നമ്മൾ എന്ത് ചെയ്യുക? നോക്കിയെടുത്താൽ മാത്രം മതി. ഇനി അടുത്തത് അനലോഗി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, ഇപ്പം അനലോഗി എന്ന് പറയുന്ന ടോപ്പിക് എന്താണെന്ന് ക്ലാസ് കണ്ടവർക്ക് അറിയാം. അതായത് നിങ്ങൾക്ക് രണ്ട് പേര് നമ്മളെ റിലേഷൻ നിങ്ങൾക്ക് തന്നിട്ട് മൂന്നാമത്തെ ആൾക്ക് അതേ റിലേഷനിൽ വരുന്ന ആരെന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അനലോഗി എന്ന് പറയുന്നത്. രണ്ട് പേര് നമ്മുടെ റിലേഷൻ നിങ്ങൾക്ക് തരും, എന്നിട്ട് അതേ റിലേഷൻ മനസ്സിലാക്കിയിട്ട്, ഈ റിലേഷൻ മനസ്സിലാക്കുക, ഇവർ വന്ന ലോജിക്കാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഇയാൾ എങ്ങനെ ഇയാളായി മാറി എന്ന ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതേ ലോജിക്കിൽ ഇയാൾക്ക് വരുന്ന ആരെന്ന് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ, ഇതാണ് എന്ന് പറയുന്നത് അനലോഗി എന്ന് പറയുന്നത്. ലോജിക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലോജിക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഒരുപാട് ചെയ്ത് പഠിക്കണം നിങ്ങൾ. കാരണം ഒരുപാട് ലോജിക്കുകൾ നിങ്ങൾ കാണണം, ഒരുപാട് ലോജിക്കുകൾ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മാത്രമേ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ പെട്ടെന്ന് ഇതെങ്ങനെ ഇതായി മാറി എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് വരത്തുള്ളൂ. ഓക്കെ, നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ലോജിക്കാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം. എങ്ങനെയാണോ, ഇങ്ങനെ വന്നതാണോ, ഇതിങ്ങനെ ആയിരിക്കോ എന്ന് നമ്മൾ ഒരുപാട് ചിന്തിക്കണം. അപ്പോൾ അത്രയും ചിന്തിക്കുന്ന സമയം ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത് പഠിച്ച ഒരാളാണെങ്കിൽ ഇതിങ്ങനെയാണ് വന്നത്, ഇതിങ്ങനെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക, നമ്പർ കാണുമ്പോഴായാലും ലെറ്റർ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ അനലോഗി എന്ന് പറയുന്ന സമയത്ത് നമ്പർ വെച്ചും അനലോഗി വരാറുണ്ട്, ലെറ്റർ വെച്ചും വരാറുണ്ട്, വേർഡ്സ് വെച്ചും വരാറുണ്ട്. ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ എല്ലാത്തിലും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്പർ വെച്ചുള്ള അനലോഗിയാണ് കിടക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ക്വസ്റ്റിന്റെ പ്രത്യേകത, സാധാരണയിൽ നമുക്ക് രണ്ട് പേര് തന്നിട്ട് മൂന്നാമത്തെ ആളുടെ ആരെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ക്വസ്റ്റിലെ സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഫിഫ്ത്ത് നമ്പർ, അഞ്ചാമത്തെ നമ്പറിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന ആരെന്നാണ് ചോദിക്കുന്നത്. ഇൻ ദ സെയിം വേ ആസ് ദ ഫസ്റ്റ് നമ്പർ ഈസ് റിലേറ്റഡ് ടു ദ സെക്കൻഡ് നമ്പർ ആൻഡ് ദ തേർഡ് നമ്പർ ഈസ് റിലേറ്റഡ് ടു ദ ഫോർത്ത് നമ്പർ. ഓക്കെ, അതായത് ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിന് എങ്ങനെ റിലേറ്റഡ് ആകുന്നു അതേ റിലേഷൻ ആയിരിക്കും സെക്കൻഡ് നമ്പറിന് തേർഡ് നമ്പറിലോട്ടുള്ള റിലേഷൻ. അങ്ങനെയാണെങ്കിൽ അതേ റിലേഷൻ 10ന് വരുന്ന ആരെന്ന് ചോദിക്കാം. ഓക്കെ, നമുക്ക് രണ്ട് എക്സാമ്പിൾ തന്നിക്കുന്നേ ഉള്ളൂ. നമുക്ക് സാധാരണ ഒരു എക്സാമ്പിൾ തന്നിട്ടാണ് ചോദിക്കാറ്. ഇവിടെ രണ്ട് എക്സാമ്പിൾ തരുന്നു. ഇതുമായിട്ട് റിലേഷൻ ഉണ്ട്, 7ഉം 512 റിലേഷൻ ഉണ്ട്, 11ഉം 1728 റിലേഷൻ ഉണ്ട്. അതുപോലെ 10ന് വരുന്ന റിലേഷൻ ആരുമായിട്ടാണ് എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്പേഴ്സ് കണ്ട് നല്ല ശീലം ഉണ്ടാവണം. നമ്പേഴ്സ് കാണുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഇത് ഇന്ന ടൈപ്പ് ഓഫ് നമ്പറാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഇവിടെ വരും എന്നൊരു ഐഡിയ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളായിട്ട് ലോജിക്ക് കണ്ടുപിടിച്ചിട്ട് എൻ്റെ ആൻസർ കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ലോജിക്ക് നിങ്ങളായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ലോജിക്ക് പറയാണ്. ഇവിടെ നോക്കുക, ഇവിടെ ഈ നമ്പേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. 512ഉം 1728 എന്ന് പറയുന്ന നമ്പേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ഓക്കെ, അതായത് 512 എന്ന് പറയുന്നത് 8ന്റെ ക്യൂബാണ്. 8 എന്ന് പറയുന്ന നമ്പറിന്റെ ക്യൂബ് നമ്പറാണ് 512 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 12ന്റെ ക്യൂബാണ് എന്ന് പറയുന്നത് 1728 എന്ന് പറയുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ? 7 തന്നു, എൻ്റെ 8ന്റെ ക്യൂബ് തരുന്നു. 11 തന്നിട്ട് 12ന്റെ ക്യൂബ് തരുന്നു. അതായത് തൊട്ടടുത്ത നമ്പറിന്റെ ക്യൂബായിട്ടാണ് റിലേഷൻ തരുന്നത്. അങ്ങനെ 10 എടുക്കുമ്പോൾ നമുക്ക് എന്തിന്റെ ക്യൂബ് തരും? 11ന്റെ ക്യൂബ് തരും അല്ലേ? നമ്മുടെ ആൻസർ ഇതായിരിക്കും 1331 ആയിരിക്കും. ക്യൂബുകൾ ഒരു
15 വരെയുള്ള ക്യൂബെങ്കിലും കാണാൻ പഠിക്കണം. 20 വരെ പഠിച്ചാൽ നല്ലതായിരിക്കും. 15 വരെയുള്ള ക്യൂബെങ്കിലും മിനിമം കാണാൻ പഠിച്ചു വെക്കണം. ഒരു 30 വരെയുള്ള സ്ക്വയറെങ്കിലും മിനിമം കാണാൻ പഠിച്ചു വെക്കണം നിങ്ങൾ. അപ്പോൾ നമുക്ക് നമ്പേഴ്സ് കാണുമ്പോൾ സ്ക്വയറും ക്യൂബും പ്രൈം നമ്പേഴ്സും കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം. കാരണം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. നമ്പർ അനലോഗി തന്നെയാണ്, സെയിം. നമുക്ക് രണ്ട് സെയിം റിലേഷൻസ് അതിനുണ്ട്. 9 30 11 36 എങ്കിൽ 13 എന്തുമായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം നമ്പേഴ്സ് കണ്ട് മനസ്സിലാക്കുമ്പോൾ നമ്പേഴ്സിന് വേറെ അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. 9 30 ആണ്, 11 36 ആണ്. ആ 30 36 എന്ന് പറയുന്നത് സ്ക്വയർ ക്യൂബ് നമ്പേഴ്സ് ഒന്നും അല്ല. ഇനി 9 11 പ്രൈം നമ്പേഴ്സ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതൊന്നും അല്ല, വേറെ എന്തോ പ്രത്യേകതയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഞാൻ പറയുകയാണ്. അതിൻ്റെ ലോജിക് ഇങ്ങനെ വരുന്നത്. ഇവിടെ 9 × 3 27 പ്ലസ് 3 എത്ര കിട്ടും? 30 കിട്ടും. ഇൻറ്റു 3 പ്ലസ് 3 നോക്കിയോ, 11 × 3 33 പ്ലസ് 3 36. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 13 × 3 പ്ലസ് 3 എത്രയാ? 13 × 3 39 അല്ലേ? പ്ലസ് 3 എടുക്കുക, നമുക്ക് എത്ര വരും? 42 ആൻസർ വരും. നമ്മുടെ ആൻസർ 42 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അനലോഗിയിൽ നമുക്ക് നമ്പേഴ്സ് വരുമ്പോൾ ഒരുപാട് ലോജിക്കുകൾ പറയാൻ പറ്റും, ഒരുപാട് രീതിയിൽ ലോജിക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. അപ്പോൾ ആ ലോജിക്കിൽ ഏതാണ് വന്നത്, ഒന്നുകിൽ നിങ്ങൾക്ക് 2 എക്സാമ്പിൾ ഉണ്ടായിരിക്കും, നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. രണ്ടിലും ഒരേപോലെ വരുന്നതായിരിക്കും നമ്മുടെ ആൻസർ. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ മാത്രമേ ഉള്ളൂവെങ്കിൽ നമ്മൾ ഓരോ ലോജിക്കായിട്ട് ആലോചിച്ച് നോക്കണം. കാരണം 9 30 വേറെ ഒരുപാട് ലോജിക്ക് വരാം. 9 21 കൂട്ടി എന്ന് പറയാം നിങ്ങൾക്ക്, അല്ലേ? അല്ലെങ്കിൽ 9ന്റെ ഇരട്ടി എടുത്ത് അതിനോട് വലിയ നമ്പർ കൂടുന്നതിന് പറയാം. അല്ലെങ്കിൽ 9 3 വിളിച്ചിട്ട് 3 കൂടുന്ന ഞാനിവിടെ പറഞ്ഞു അത് പറയാം. അങ്ങനെ ഒരുപാട് ലോജിക്ക് നമുക്ക് അവിടെ പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ഏത് ലോജിക്കിന് കൺഫേം ചെയ്യാനാണ് എക്സ്ട്രാ ഒരു നമ്പർ പേരോട് തരുന്നത്, അതേ ലോജിക്ക് വരണം. രണ്ടിനും ഒരേ ലോജിക്ക് വരണം. ഇതില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 9 30 നമ്മൾ ഓരോ ലോജിക്ക് ആലോചിച്ച് നോക്കുമ്പോൾ 13 ആളെ കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ ഓരോ നമ്പറായിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ആൻസർ ഓപ്ഷൻ ഉണ്ടോ നോക്കുക. എങ്കിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത ലോജിക്ക് ആലോചിക്കുക. ഇങ്ങനെയാണ് നമ്മൾ എക്സാമിന് ചെയ്യാം. ഓക്കെ, നോക്കാം. ഓക്കെ, ഇത് ലെറ്റേഴ്സ് വെച്ചുള്ള ക്വസ്റ്റൻ ആണ്. നോക്കിയേ, അപ്പോൾ ലെറ്റേഴ്സ് വെച്ചുള്ള ക്വസ്റ്റൻ ചെയ്യാൻ നമുക്ക് ടേബിളിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ടേബിൾ നമ്മളെപ്പോഴും ഒരു എക്സാമിന് പോകുമ്പോൾ നമ്മൾ ആദ്യം വരച്ചിടും, അല്ലേ? ടേബിൾ ഒന്ന് വരച്ചിടും. ഇപ്പം ഏതെങ്കിലും ഒരു ക്വസ്റ്റിന് വേണ്ടി വരയ്ക്കുക. ഏതൊരു ക്വസ്റ്റിന് വേണ്ടി വരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 4-5 മാർക്കിൻ്റെ ക്വസ്റ്റിന് ഉറപ്പായിട്ടും ഈ ടേബിൾ യൂസ് ആവും. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഓക്കെ, ഇവിടെ നോക്കുക, IMQKOS. അപ്പം ഇവർ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതേ റിലേഷനിൽ XBFന് വരുന്ന ആരെന്നാണ് ചോദിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താണ് ലെറ്റേഴ്സ് നോക്കി മനസ്സിലാക്കുക. ഇപ്പം നോക്കാം, ഐയും കെയും ഞാൻ നോക്കുകയാണ്. ഒരേ പൊസിഷനിലുള്ള ലെറ്റേഴ്സ് നിങ്ങൾ നോക്കട്ടെ, അത് കുറച്ച് നല്ലതായിരിക്കും. ഇപ്പം ഐയും കെയും ഞാൻ നോക്കുന്ന സമയത്ത് ഐയും കെയും നോക്കിയാൽ 2 ലെറ്റർ കഴിഞ്ഞ് വരുന്ന ലെറ്ററാണ് ഐയും കെ എന്ന് പറയുന്നത്. അതുപോലെ എമ്മും ഓയും ഞാൻ നോക്കുകയാണെങ്കിൽ MNO, അല്ലേ? 2 ലെറ്റർ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ക്യൂവും എസും നോക്കുകയാണെങ്കിൽ എന്താണ്? 2 ലെറ്റർ കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. അപ്പോൾ എല്ലാ ലെറ്റേഴ്സും 2 ലെറ്റേഴ്സ് വീതം കഴിഞ്ഞിട്ടാണ് വരുന്നത്, നമുക്ക് അവിടെ മനസ്സിലാക്കാൻ വരുന്നത്. അപ്പം XBFുമായിട്ട് 2 ലെറ്റേഴ്സ് കഴിഞ്ഞ് വരുന്നതായിരിക്കും നമുക്ക് എപ്പോഴും ആൻസർ ആയിട്ട് വരിക, അല്ലേ? അപ്പോൾ എക്സ് കഴിഞ്ഞിട്ട് 2 ലെറ്റർ കഴിഞ്ഞ് വരുന്ന ആരാണ്? ഇസഡ് ആണ്. ഓക്കെ, ഇസഡ് വെച്ചാൽ ഒറ്റ ആൻസറേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ ആയിരിക്കും നമ്മുടെ ആൻസർ. ബി കഴിഞ്ഞിട്ട് 2 ലെറ്റർ കഴിഞ്ഞിട്ട് വരുന്ന ആരാണ്? ഡി ആണ്. എഫ് കഴിഞ്ഞ് 2 ലെറ്റർ വരുന്ന ആരാണ്? എച്ച് ആണ്. ഇസഡ് ഡി എച്ച് ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ കൊണ്ട് നമ്മുടെ ആൻസർ ഇതായിരിക്കും. അപ്പോൾ ലെറ്റേഴ്സ് വെച്ചാകുമ്പോഴും നമുക്ക് ടേബിൾ വെച്ച് ഈസി ആയിട്ട് നമുക്ക് എന്താണ് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ട്. നമ്പേഴ്സ് വരുമ്പോൾ കുറേ ലോജിക്ക് വരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് അധികം ക്വസ്റ്റൻസ് തന്നെ നമ്പർ അനലോഗി നല്ലപോലെ തന്നെ ക്വസ്റ്റൻസ് ചെയ്ത് പഠിക്കണം. ലെറ്റേഴ്സ് നമ്മൾ ഇങ്ങനെ ഒരു പാരലായിട്ട് നമ്മൾ എന്താണ് സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് പൊസിഷനിലുള്ള നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ലോജിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി പിന്നെ നമുക്ക് ചോദിക്കുന്നത് വേർഡ് അനലോഗിയാണ്. ഓക്കെ, വേർഡ് അനലോഗി, വേർഡ്സ് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ വേർഡ്സ് വെച്ച് ചോദിക്കുന്ന സമയത്ത് നമുക്ക് GK റിലേറ്റഡ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചായിരിക്കും പറയാം. അപ്പോൾ അത് വെച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് പഠിക്കണം. കാരണം ഒരുപാട് ലോജിക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതിപ്പോൾ നോക്കിയേ, ട്രാക്ക് റേസ് എങ്കിൽ പിച്ച് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, ട്രാക്ക് റേസ്, ട്രാക്കിൽ നടക്കുന്ന എന്താണ് റേസ് എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് നടക്കുന്നത്. അപ്പോൾ പിച്ചിൽ നടക്കുന്ന ഗെയിം എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്. പിച്ചിൽ നടക്കുന്ന എന്താണ്? ക്രിക്കറ്റുമായിട്ട് റിലേറ്റഡ് ടേമാണ് പിച്ച് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ടേം വെച്ച് വരുന്നത്. അപ്പം ഇത് നമുക്ക് എങ്ങനെയൊക്കെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, കൺട്രി ക്യാപിറ്റൽ കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഒരു കൺട്രി ഒരു ക്യാപിറ്റൽ നിന്നിട്ട് നെക്സ്റ്റ് ഒരു കൺട്രി എന്നിട്ട് അതിൻ്റെ ക്യാപിറ്റൽ ഏത് വരുന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ കൺട്രി കറൻസി വരാം. അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഗ്രൂപ്പ് ഓഫ് സംതിങ് വരത്തില്ലേ,
ഇപ്പോൾ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്ന് പറയുന്ന പോലെ മത്സ്യങ്ങൾക്ക് എന്ത് വരും, ഫിഷിന് എന്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഷീപ്പ് ഫ്ലോക്ക് എന്നിട്ട് ഫിഷ് എന്ത് വരും എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനത്തെ രീതിയിൽ. അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ചെറുത് വലുത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ പല രീതിയിലുള്ള സാധനങ്ങൾ ചോദിക്കാറുണ്ട്. ജി കെ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കും, ഫിസിക്സുമായിട്ട് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ആ ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് വേർഡ് അനലോഗ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിലുള്ള സാധനങ്ങൾ ഒരുപാട് പഠിക്കും. ഓക്കെ, നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പം സോയിൽ പെഡോളജി എന്നുള്ള ഒരു സംഭവം റിലേഷൻ അല്ല, സോയിലിനെ കുറിച്ച് സ്റ്റഡിയാണ് പെഡോളജി. അപ്പോൾ അതുപോലെ സ്റ്റഡീസ് ബന്ധപ്പെട്ടുള്ള ടേമുകൾ വരുമ്പോൾ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഒരുപാട് പാറ്റേൺസ് വരും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ CHS ചോദിച്ച 2 ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതിനൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാവർക്കും കോമൺ അറിയാവുന്ന കാര്യമാണ് അല്ലേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി, ഇലക്ട്രിക് കറണ്ട്, ആംബിയർ, ടെമ്പറേച്ചർ. ഓക്കെ, ഫിസിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇലക്ട്രിക് കറണ്ട്, ആംബിയർ ആണെങ്കിൽ ടെമ്പറേച്ചർ എന്നത് അതിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. യൂണിറ്റ് എന്താണ്? കെൽവിനാണ് അല്ലെ. ടെമ്പറേച്ചർ ആക്കുന്ന യൂണിറ്റ് കെൽവിനാണ്. ഓക്കെ, അപ്പോൾ അത് ഫിസിക്സുമായിട്ട് റിലേറ്റഡ് ടേമാണ്. നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് പോകാം. യൂണിറ്റ്സിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. ഇനി വേർഡ് അനലോഗിക്കാത്ത തന്നെ വേറൊരു രീതി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോഡഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, നമ്മൾ കോഡിൻ ഡി കോഡിന് പഠിച്ച സംഭവം ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് തരുന്ന വേർഡും അതുമായിട്ടൊരു കോഡായിട്ട് തരും. ഓക്കെ, വേർഡ് ഒരു കോഡായിട്ട് നിങ്ങൾക്ക് തന്നിട്ട് എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ലെറ്റേഴ്സിന് ചേഞ്ച് വരുത്തി നമ്മൾ എന്താണ് കോഡ് ചെയ്യാറുണ്ട്, ലെറ്റേഴ്സിന്റെ പൊസിഷൻസ് മാറ്റി വെച്ച് നമ്മൾ കോഡ് ചെയ്യാറുണ്ട്. അതേ സംഭവം ഇവിടെ നമുക്ക് അങ്ങനെ തരും. ഇപ്പം അവിടെ PAG എന്ന് പറഞ്ഞ സംഭവം തന്നിട്ട് വേർഡ് വന്നിട്ട് NY എന്നാണ് തരും. അപ്പം PAGയിലെ ലെറ്റേഴ്സും NYയിലെ ലെറ്റേഴ്സും എങ്ങനെ റിലേറ്റഡ് ആകുന്നു എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും Pയും N നമ്മൾ നോക്കുകയാണെങ്കിൽ Pയും 2 ലെറ്റർ പുറകിലാണ് ആര് വരുന്നത്, N വരുന്നത്. ഓക്കെ, 2 ലെറ്റർ പുറകിലാണ്. ഇപ്പം Aയും Yയും നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാറില്ല. നിങ്ങൾ മനസ്സിലായി, Aക്ക് 2 ലെറ്റർ പുറകിൽ തന്നെയാണ് ആര് വരുന്നത്, Y വരുന്നത് കേട്ടോ. കാരണം ഇങ്ങനെ നമ്മൾ റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കറക്കി നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ A വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് എപ്പോഴും. അപ്പോൾ Aക്ക് 2 ലെറ്റർ പുറകിൽ തന്നെയാണ് ആര് വരുന്നത്, Y വരുന്നത്. Gക്ക് 2 ലെറ്റർ പുറകിൽ തന്നെയാണ് ആര് വരുന്നത്, E വരുന്നത്. അപ്പോൾ എല്ലാ ലെറ്റേഴ്സും 2 ലെറ്റർ പുറകിലോട്ട് എടുത്തിരിക്കുന്നത്. അത് കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. T എടുക്കുകയാണെങ്കിൽ T 2 ലെറ്റർ പുറകിലാണ് R വരുന്നത്, -2 ആണ്. US എടുക്കുന്നത് U 2 ലെറ്റർ പുറകിലാണ് S വരുന്നത്. B മിസ് വരും. B വരുമ്പോഴത്തേക്കും നമ്മൾ 2 ലെറ്റർ ഇപ്പോൾ 1 2 ആര് വരും, ഇസ് വരും. ഓക്കെ, കണ്ടോ. അപ്പോൾ എല്ലാ ലെറ്റേഴ്സും 2 ലെറ്റേഴ്സ് പുറകിലൂടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ അങ്ങ് എടുത്താൽ മതി. ഇപ്പോൾ 6 എടുക്കുകയാണ്, 6 2 ലെറ്റർ പുറകിൽ ആരാ വരുന്നത്, P ആണ് വരുന്നത്. ഓക്കെ, PH സ്റ്റാർട്ട് ചെയ്യുന്ന ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, അതിനായിരിക്കും ആൻസർ വരിക. Iക്ക് 2 ലെറ്റർ പുറകിൽ G വരുന്നു, Cക്ക് 2 ലെറ്റർ പുറകിൽ A വരുന്നു, Eക്ക് 2 ലെറ്റർ പുറകിൽ C വരുന്നു. PGAC എന്നാണ് ആൻസർ വരിക. കണ്ടോ, ഇങ്ങനെയായിരിക്കും ആൻസർ വരിക. അപ്പം കോഡിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് ഇതിനകത്ത് കയറി ചോദിക്കാറുണ്ട് ചില സമയത്ത് കേട്ടോ. ടേബിൾ നമ്മൾ എന്തായാലും ഉണ്ട്, ടേബിളിൻ്റെ സഹായത്തോടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഈ അനലോഗിക്കകത്ത് ചെറിയൊരു പാറ്റേൺ വ്യത്യാസം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, സ്ക്വയർ 4, പിന്നെ നമുക്ക് 2 പേരെ കണ്ടുപിടിക്കണം ഇവിടെ. ഓക്കെ, ഇവിടെ ഒരു വേർഡിനെ അല്ല, ഒരു പെയറിനെ അവിടെ കണ്ടുപിടിക്കണം. അതാണ് വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമുക്കൊരു പെയർ നമുക്ക് തന്നിട്ടുണ്ട്, അതേ റിലേഷനിൽ വരുന്ന ഒരു പെയർ നമ്മളിവിടെ കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ വരുന്ന സംഭവം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം വെച്ചാൽ സ്ക്വയർ 4 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് പെൻറ്റഗണിന് 5 ആണ്, അത് കറക്റ്റാണ് അല്ലേ. പെൻറ്റഗണിന് 5 സൈഡ്സ് ആണ്, സ്ക്വയറിന് 4 സൈഡ്സ് ആണ്, പെൻറ്റഗണിന് 5 സൈഡ്സ് ആണ്. ഹെക്സഗണിന് എന്താണ് 6 സൈഡ്സ് ആണ്. ഇതൊക്കെ കറക്റ്റാണ്, ഇതെല്ലാം ഒരേ സാധനം തന്നെയാണ് അല്ലേ. ട്രയാങ്കിളിന് 5 എന്തായാലും വരില്ല, ട്രയാങ്കിൾ 3 അല്ലേ ഉള്ളൂ. എനിക്ക് ആ റിലേഷൻ വരുവാണെങ്കിൽ. റെക്ടാങ്കിൾ 4. അപ്പോൾ ഇതിലൊരു ആൻസറിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെ റിലേഷൻ വരുന്നു അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങോട്ട് വരണം. ഓക്കെ, തിരിച്ചു വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ സ്ക്വയറിന് 4 സൈഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്പർ ഓഫ് സൈഡ്സ് എവിടെയായിരുന്നു, സൈഡിൽ റൈറ്റിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ റെക്ടാങ്കിൾ 4 ഇതായിരിക്കും നമ്മുടെ ആൻസർ വരിക. റെക്ടാങ്കിൾ ലെഫ്റ്റ് സൈഡിലും 4 റൈറ്റ് സൈഡ്. കാരണം ഇവിടെ വരുമ്പോഴത്തേക്കും നമ്പർ ഓഫ് സൈഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ലെഫ്റ്റ് സൈഡ് കൊടുക്കുന്നത്. സെയിം നമ്പർ ഓഫ് സൈഡ്സ് തന്നെയാണ്, പക്ഷേ സൈഡ്സ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പക്ഷേ നമ്മുടെ ഫോർമാറ്റ് അങ്ങനെയല്ല, ഷേപ്പ് സൈസ് എന്നുള്ളതില്ല, ഷേപ്പ് നമ്പർ ഓഫ് സൈഡ്സ് എന്നുള്ളതിലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഷേപ്പും നമ്പർ ഓഫ് സൈഡ്സ് എന്നുള്ളതിൽ നമുക്ക് എന്താണ് ആൻസറിലേക്ക് വരാം. അപ്പോൾ റെക്ടാങ്കിൾ 4 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം ആൻസർ ആയിട്ട് വരിക. ഇങ്ങനെയാണ് ആ പേര് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് അനലോഗിയുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പേപ്പർ കട്ടിംഗ്, ഫിഗർ സീരീസ്, അനലോഗി, ഈ 3 ടോപ്പിക്കിലാണ് നമ്മൾ നോക്കിയത്. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, യൂട്യൂബിനകത്ത് മാക്സിമം നമ്മൾ ക്ലാസ്സും കാര്യങ്ങളും ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ
മാക്സിമം ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കുറച്ചും കൂടെ വർക്കൗട്ട് സെഷൻസ് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് വന്നിരുന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു കമ്പൈൻ സ്റ്റഡിയും അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവായിട്ട് ബാക്കിയുള്ളവരായിട്ട് നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഓരോന്നിനും ഓരോ രീതിയിലാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ കൂടി പഠിച്ചവരാണ്, കുറച്ച് നോളജ് ഉള്ളവരാണെങ്കിൽ യൂട്യൂബ് തന്നെ പ്രിഫർ ചെയ്താൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അല്ല സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ക്ലാസ് ആവശ്യമാണ് പക്ഷേ വന്ന് പഠിക്കാൻ പറ്റില്ല എങ്കിൽ ഓൺലൈൻ ചൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ട് ടൈം സെറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുന്ന രീതി ഒരു പ്രോപ്പറായിട്ട് കൊണ്ടുവന്ന് നോക്കാം. അല്ല ഓഫ്ലൈൻ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, വന്ന് നിങ്ങൾക്ക് ക്ലാസ് ഇരുന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ള ഏറ്റവും നല്ല കാര്യം ഇവിടെ ഇരുത്തി വർക്കൗട്ടൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാക്സിമം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറിലേക്ക് 8075753676 എന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്ത് നിങ്ങൾ മാക്സിമം ഡീറ്റെയിൽസ് ചോദിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലൊരു പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.